യുവനടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് കഴിഞ്ഞ ആഴ്ചയാണ് അറസ്റ്റിലായത്. എറണാകുളം സെൻട്രൽ പോലീസാണ് സംവിധായകനെ അറസ്റ്റ് ചെയ്തത്. ലൈംഗിക ആക്രമണം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയോടുള്ള സംസാരം, തടഞ്ഞുവെക്കൽ, ലൈംഗികാവേശം തുടങ്ങിയ നിരവധി വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. രഞ്ജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന വാർത്ത പരന്ന ശേഷം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഉയരുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് WCC അടക്കമുള്ള സംഘടനകളും സ്ത്രീകൾക്ക് വേണ്ടിയും അവരുടെ നീതിക്ക് വേണ്ടി നിരന്തരം സംസാരിക്കാനുള്ള സിനിമാ മേഖലയിലെ പ്രമുഖരും പ്രതികരിക്കുന്നില്ല എന്നതായിരുന്നു. ദിലീപിനെ പരിഹസിക്കാനും വിമർശിക്കാനും കാണിച്ച ദുഷ്കൃതി രഞ്ജിത്തിന്റെ വിഷയത്തിൽ ആരും കാണിക്കാറില്ലെന്നും വിമർശനമുണ്ട്. ഇപ്പോഴിതാ WCCക്കും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മിക്കും എതിരെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന വീഡിയോകളാണ് ശ്രദ്ധ നേടുന്നത്. സോനു എന്ന സ്ത്രീയാണ് WCCയിലെയും ഭാഗ്യലക്ഷ്മിയിലെയും ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്ത് എത്തിയത്. ദിലീപിനെതിരെ സംസാരിച്ചവർ ആരെങ്കിലും ഇപ്പോൾ രഞ്ജിത്തിന് എതിരെ പ്രതികരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കണ്ടിരുന്നുവോ? ഞാൻ കണ്ടില്ല. ഒരു വുമൺ സംഘടന ഉണ്ടായിരുന്നു, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു അറക്കൽ ടീം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടി ഘോരഘോരമായി പ്രസംഗിക്കും എന്നാണ് ഇവരുടെ ഭാവം. പക്ഷേ അവരൊക്കെ വളരെ സെലക്റ്റീവായി എന്നത് പണ്ട് മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുഖം നോക്കിയും രാഷ്ട്രീയം നോക്കിയും പ്രതികരിക്കുന്നവരെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. ഈ ആളുകൾ അത്തരമൊരു വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. രഞ്ജിത്തിന്റെ കേസ് വന്ന ശേഷം വുമൺ സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല. ഖേദകരം തന്നെയാണ്. അതുപോലെ ഡംപിംഗ് ആർട്ടിസ്റ്റും ഒന്നും പറയാറില്ല. അറക്കൽ ടീംസും മിണ്ടുന്നില്ല. അതെന്താണെന്ന് അങ്ങനെ? ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയല്ലേ? സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടന എന്തുകൊണ്ട് അങ്ങേയറ്റം ഇങ്ങനൊരു കേസ് വന്ന ശേഷം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാത്തത്? ഇത് എല്ലായിടത്തും സംഭവിക്കുന്ന ഒന്ന് തന്നാണ്. നമുക്ക് വേണ്ടപ്പെട്ടവരോ നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായുള്ള ആളോ തെറ്റ് ചെയ്താൽ കഴിയുമ്പോൾ രാഷ്ട്രീയക്കാരായാലും ശരിയായാലും അവരുടെ മുഖം നോക്കാതെ ചുറ്റുമുള്ളവരിൽ പലരും പ്രതികരിക്കുന്നത്. ഇത്തരക്കാരെ ദയവ് ചെയ്ത് വിശ്വസിക്കരുത്. എല്ലാ സ്ത്രീകളും ഒരുപോലെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനകളെ മാത്രം വിശ്വസിക്കുക. അല്ലാത്തവരെയൊക്കെ വെറുതെ നാടകം കളിക്കുന്നതാണ്. ഇത്തരമൊരു പ്രവൃത്തികളിൽ വീണു പോകരുത്, ഇവരെ വിശ്വസിക്കരുത് എന്നാണ് അവർ പറഞ്ഞത്. ഇവരുടെ നിരീക്ഷണത്തെ അനുകൂലിച്ചായിരുന്നു കമന്റുകൾ വരുന്നതും.